മലയാള സിനിമയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അതിനെ അമ്മ അറിയാൻ എന്ന സിനിമയുടെ മുൻപും പിൻപും എന്ന് നമുക്ക് രണ്ടായി തിരിക്കാൻ കഴിയും. വെറും ഒരു സിനിമ എന്നതിലുപരി ഒരു ജനകീയ മുന്നേറ്റമായിരുന്നു ഈ ചിത്രം. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഇന്നും ചർച്ച ചെയ്യുന്ന ജോൺ അബ്രഹാം എന്ന വിപ്ലവകാരിയുടെ അവസാന ചിത്രം കൂടിയാണ് അമ്മ അറിയാൻ. എന്താണ് ഈ സിനിമയെ ഇത്രയധികം സ്പെഷ്യലാക്കുന്നത്? നമുക്ക് നോക്കാം. സിനിമ എന്നാൽ കോടീശ്വരന്മാരായ നിർമ്മാതാക്കൾ മാത്രം ചെയ്യുന്ന ഒന്നാണെന്ന ധാരണ തിരുത്തിക്കുറിച്ചത് ജോൺ എബ്രഹാം ആണ്. ഗ്രാമങ്ങൾ തോറും നടന്ന് തെരുവ് നാടകങ്ങൾ കളിച്ച് സാധാരണക്കാരിൽ നിന്ന് 10 രൂപയും 20 രൂപയും സംഭാവന വാങ്ങിയാണ് അദ്ദേഹം ഒഡേസ കളക്റ്റീവ് വഴി ഈ ചിത്രം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മലയാളത്തിലെ ആദ്യത്തെ യഥാർത്ഥ ജനകീയ സിനിമയാണ്. ഡൽഹിയിലേക്ക് ഗവേഷണത്തിന് പോകാൻ തയ്യാറെടുക്കുന്ന പുരുഷൻ എന്ന യുവാവിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. യാദൃശ്ചികമായി വയനാട്ടിലെ കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒരു നക്സലൈറ്റ് യുവാവിന്റെ മൃതദേഹം അയാൾ കാണാനിടയാകുന്നു. ആ മുഖം തനിക്ക് പരിചിതമാണെന്ന് തിരിച്ചറിയുന്ന പുരുഷൻ തന്റെ യാത്ര അതോടെ മാറ്റിവെക്കുന്നു. മരിച്ചയാൾ ഹരി എന്ന സംഗീതജ്ഞനും വിപ്ലവകാരിയുമാണെന്ന് അയാൾ തിരിച്ചറിയുന്നു. ഹരിയുടെ മരണവാർത്ത കൊച്ചിയിലുള്ള അവന്റെ അമ്മയെ അറിയിക്കാൻ പുരുഷനും സുഹൃത്തുക്കളും നടത്തുന്ന യാത്രയാണ് ഈ സിനിമ. ഓരോ നഗരങ്ങൾ പിന്നിടുമ്പോഴും ഹരിയെ അറിയുന്ന കൂടുതൽ ആളുകൾ ഈ സംഘത്തിൽ ചേരുന്നു. ഇവരുടെ ഓർമ്മകളിലൂടെ ഹരി എന്ന സങ്കീർണമായ മനുഷ്യനെ നാം അടുത്തറിയുന്നു. ഹരിയുടേത് ആത്മഹത്യയാണോ അതോ വ്യവസ്ഥിതിയുടെ കൊലപാതകമാണോ? ഉത്തരം പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുകയാണ് സംവിധായകൻ. 1986 പുറത്തിറങ്ങിയ ഈ ചിത്രം ഇന്നും പ്രസക്തമാണ്. രാഷ്ട്രീയവും കലയും എങ്ങനെ ഒന്നിച്ചു ചേർക്കാം എന്നതിന് ഇതിലും നല്ല ഒരു ഉദാഹരണമില്ല. നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് അമ്മ അറിയാൻ എന്ന ഈ സിനിമ. യൂട്യൂബിൽ ഈ സിനിമ ലഭ്യമാണ്.